ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുവാൻ സ്വന്തം കാലുകൾ തണുപ്പിച്ച് കളഞ്ഞ യുവാവ്. കാശുണ്ടാക്കാൻ ആളുകൾ പല വഴികൾ നോക്കാറുണ്ട്. എന്നാൽ തായ്വാനിലെ ഒരു 24-കാരൻ ചെയ്തത് കേട്ടാൽ നിങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഏകദേശം 10 കോടിയിലധികം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുവാൻ വേണ്ടി ഇയാൾ ചെയ്തത് എന്താണെന്നോ? സ്വന്തം കാലുകൾ ഡ്രൈ ഐസ് അടങ്ങിയ ബക്കറ്റിൽ 10 മണിക്കൂറിലധികം മുക്കിവെച്ചു. കടുത്ത തണുപ്പേറ്റ് കാലുകൾ പൂർണ്ണമായും ജീർണിച്ചതിനെ തുടർന്ന് ഡോക്ടർമാർക്ക് ഇയാളുടെ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. ബൈക്ക് അപകടത്തിൽ കാലുകൾക്ക് പരിക്കേറ്റു എന്ന് കാണിച്ചാണ് ഇയാൾ ഇൻഷുറൻസിന് അപേക്ഷിച്ചത്. എന്നാൽ തായ്വാനിലെ കടുത്ത ചൂടുള്ള കാലാവസ്ഥയിൽ എങ്ങനെയാണ് ഇത്രയും മാരകമായ രീതിയിൽ മഞ്ഞുബാധ ഏൽക്കുക എന്നത് ഇൻഷുറൻസ് കമ്പനിക്ക് സംശയം തോന്നി. തുടർന്ന് നടത്തിയ പോലീസ് അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത്. പണവും കിട്ടിയില്ല, സ്വന്തം കാലുകളും പോയി. ഇപ്പോൾ ജയിലിലുമാണ് കക്ഷി. പണിയെടുക്കാൻ വയ്യ, ബോസിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തത് ജീവനക്കാരൻ. ഓഫീസിൽ അധികം പണിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുവാൻ ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? എന്നാൽ ഫ്രാൻസിലെ ഒരു ജീവനക്കാരൻ ബോസിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തത് എന്തിനാണെന്നറിയാമോ? എനിക്ക് ഓഫീസിൽ പണിയൊന്നും തരുന്നില്ല, എന്നെ വെറുതെ ഇരുത്തി ബോറടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് കക്ഷി കോടതിയെ സമീപിച്ചത്. ഫെഡറിക് ഡെസ്നാൾട്ട് എന്ന ഫ്രഞ്ച് പൗരനാണ് തന്റെ കമ്പനിക്കെതിരെ കേസ് കൊടുത്തത്. ഓഫീസിൽ തനിക്ക് യാതൊരു ഉത്തരവാദിത്വമുള്ള ജോലികളും തരുന്നില്ലെന്നും ഇത് കാരണം താൻ കടുത്ത ഡിപ്രഷനിലേക്ക് പോയെന്നും ഇയാൾ വാദിച്ചു. കേട്ടാൽ വിചിത്രമെന്ന് തോന്നുമെങ്കിലും കോടതി വിധി ജീവനക്കാരന് അനുകൂലമായിരുന്നു. മാനസികമായി പീഡിപ്പിച്ചതിനെ കമ്പനിക്ക് ഇയാൾക്ക് ഏകദേശം 36 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി നൽകിയത്. ശമ്പളവും വാങ്ങി വെറുതെ ഇരുന്നതിന് ലക്ഷങ്ങൾ വേറെയും. റീൽസ് കണ്ട് നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉദാഹരണമാണ് അടുത്ത വാർത്ത. ഉത്തർപ്രദേശിൽ നിന്നുള്ള 2 യുവാക്കൾ റീൽസ് ചെയ്തത് വൈറലാകാൻ തിരഞ്ഞെടുത്തത് ഒരു നാഷണൽ ഹൈവേ ആണ്. അതും പോരാത്തത് ഹൈവേയുടെ നടുക്ക് ഒരു കട്ടിലുമിട്ട് അതിൽ കിടന്നുകൊണ്ടാണ് ഇവർ വീഡിയോ എടുത്തത്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പോലീസും ഇത് കണ്ടു. ട്രാഫിക് തടസ്സപ്പെടുത്തുകയും മറ്റുള്ളവരുടെ ജീവന് അപകടമുണ്ടാക്കുകയും ചെയ്തതിന് പോലീസ് ഇവരെ പൊക്കി. യുവാക്കളുടെ ബൈക്ക് കസ്റ്റഡിയിലെടുത്ത പോലീസ് വൻ തുകയാണ് പിഴയായി ഈടാക്കിയത്. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇനി മേലാൽ ഇത്തരം റീൽസുകൾ ചെയ്യില്ല എന്ന് യുവാക്കളെ കൊണ്ട് കൈകൂപ്പി പറയിപ്പിക്കുന്ന വീഡിയോ പോലീസ് തന്നെ പുറത്തുവിട്ടു. വൈറലാകാൻ നോക്കിയിട്ട് ഒടുവിൽ നാണം കെട്ട അവസ്ഥയുമായി. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ കോടീശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പല മനുഷ്യരുടെ പേരും പറയും. എന്നാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ നായ ആരാണെന്ന് അറിയാമോ? ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ഗുന്തർ ആറാമൻ. ഈ നായയാണ് അഭാഗ്യവാൻ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് ഈ നായയുടെ പേരിലുള്ളത്. ഒരു ജർമ്മൻ കൗണ്ടസ് തന്റെ മരണശേഷം തന്റെ വളർത്തുനായ്ക്കായി മാറ്റിവെച്ച ട്രസ്റ്റിൽ നിന്നാണ് ഈ നായയ്ക്ക് ഇത്രയും സ്വത്ത് ലഭിച്ചത്. ഇന്ന് ഗുന്തറിന് സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് വിമാനവും ആഡംബര വില്ലകളും ഒരു കൂട്ടം ബോഡി ഗാർഡുകളും പേഴ്സണൽ ഷെഫും വരെയുണ്ട്. നമ്മൾ മനുഷ്യർ ഒരൊറ്റ ജീവിതം ജീവിച്ചു തീർക്കുവാൻ കഷ്ടപ്പെടുമ്പോഴാണ് ഇവിടെ ഒരു നായ രാജകീയമായി ജീവിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ വാർത്ത ഏതായിരുന്നു? താഴെ കമന്റ് ചെയ്യുക. കിടിലൻ വീഡിയോയും വാർത്തകളുമായി വീണ്ടും വരാം. ബൈ.